നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. വന്യജീവി ആക്രമണത്തിൽ മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലപ്പെട്ടത് ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ സർക്കാരിന് അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനൊന്ന് തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. വന്യജീവികളുടെ ആക്രമണം നമ്മുടെ മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതിനെ ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. എന്നാൽ അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ശരിയാണ് എന്ന് തോന്നുന്നില്ല. വനംവകുപ്പും ഗവൺമെൻറ്റും വളരെയേറെ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി അക്രമങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണം ഗണ്യമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിപിൻ സി വിജയൻ തുടരുന്നു. വിപിൻ, 35 വയസ്സേ ഉള്ളൂ മണിക്ക്. മണിയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞ് രക്ഷപ്പെട്ടു, അത്രയും ഭാഗ്യം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ മേഖല നിരന്തരം കാട്ടാന ശല്യമുള്ള മേഖലയാണോ? വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഈ കാട്ടുവഴിയിൽ കൂടി സഞ്ചരിച്ച് മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ വിപിൻ? അതെ, ആ വഴിയിലൂടെ സഞ്ചരിച്ച് മാത്രമേ ഉള്ളൂ. അതും കിലോമീറ്ററുകളോളം, മണിക്കൂറുകളോളം തന്നെ സഞ്ചരിച്ച് മാത്രമാണ് ഇവർ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാട്ടാനാക്രമണം ഉണ്ടായത്. ബന്ധുവായിട്ടുള്ള വിനോദാണ് ഇപ്പോൾ ചേരുന്നത്. എത്രത്തോളം ദൂരം ഉണ്ടായിരുന്നു? അതായത് ഈ ജീപ്പ് ഇറങ്ങിയതിന് ശേഷം എത്ര നടക്കണം ഈ താമസിക്കുന്ന സ്ഥലത്തേക്ക്? എന്തോ ചെറിയ ചില സാങ്കേതിക പ്രശ്നമുണ്ട്. നേരത്തെ പറയുന്നത് പോലെ കാട്ടാനാക്രമണങ്ങൾ വർദ്ധിക്കുന്നത് വസ്തുതാപരമായി ശരിയല്ല എന്ന് മന്ത്രി പറയുന്നത് ഏത് വസ്തുവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ആഴ്ചക്കിടയിലാണ് എൽദോസ്, മുള്ളരിങ്ങാട്ടെ അമറിലാഹി, ഇപ്പോൾ മണി എന്ന് പറയുന്ന 35 വയസ്സുകാരൻ. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ കണക്ക് മാത്രമാണ്. അതിന് തൊട്ടു മുമ്പുള്ള കണക്കൊക്കെ എടുത്താൽ നമ്മളെ പേടിപ്പെടുത്തുന്ന വണ്ണം അത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ നിസ്സഹാരായ മനുഷ്യർ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് കൂടി വരുന്നില്ല എന്ന് വസ്തുതാപരമായി ശരിയല്ല എന്ന് മന്ത്രി പറയുന്ന എന്തടിസ്ഥാനമാണ് എന്ന കാര്യം നമുക്കറിയില്ല.